കാഹളം അധ്യായം 11. തീരുമാനം ഉറപ്പിക്കപ്പെട്ടതുപോലെ ആദ്യം എണീറ്റത് പങ്കജാക്ഷൻ തന്നെയാണ്. എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഗംഗാധരൻ എല്ലാവരെയും തീന്മേശയ്ക്കരികിലേക്ക് ക്ഷണിച്ചു. വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. ഗ്ലാസുകൾ നിറയുകയും ഒഴിയുകയും ചെയ്തു. കണ്ണുകൾ ചുവക്കുകയും നാവ് കുഴയുകയും ചെയ്തു. എണീക്കുന്നതിനിടയിൽ പങ്കജാക്ഷൻ ഗംഗാധരനും മറ്റും ഒരിക്കൽ കൂടി ഉറപ്പ് കൊടുത്തു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഗംഗാധര, നമ്മൾ ഈ തീരുമാനിച്ചതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. നമ്മൾ നടത്തും. എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയുന്നതിനിടയിൽ ഗംഗാധരൻ തടിച്ച ഓരോ കവറുകൾ പങ്കജാക്ഷന്റെയും ശിവരാമന്റെയും കീശയിലിടാനും മറന്നില്ല. പിറ്റേന്ന് രാവിലെ നിത്യയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു പ്രേമചന്ദ്രനും അമൃതയും. ആ നേരത്താണ് ഇന്ദ്രജിത്ത് അങ്ങോട്ട് കടന്നു വന്നത്. എന്നെ മനസ്സിലായോ ചേച്ചി? അവൻ അമൃതയെ നോക്കി. അവൾക്ക് പെട്ടെന്ന് തന്നെ ആളിനെ പിടികിട്ടി. ഞങ്ങൾക്ക് അത്ര വേഗം ജിത്തിനെ മറക്കാൻ കഴിയുമോ? അമൃത ഭർത്താവിന് നേരെ തിരിഞ്ഞു. പ്രേമേട്ട, ഇത് ഇന്ദ്രജിത്ത്. ഓട്ടോയിൽ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ജിത്താണ്. പ്രേമചന്ദ്രൻ എണീറ്റ് അവന്റെ കരം കവർന്നു. വളരെ നന്ദിയുണ്ട് ജിത്തേ. അമൃത എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഇരിക്ക്. ഒരു സ്റ്റൂളിൽ അവൻ ഇരുന്നു. നിത്യമോൾ അവനെ വെറുതെ നോക്കിക്കിടന്നു. ഓട്ടോയിൽ പോരുമ്പോൾ അവൾക്ക് ബോധമില്ലായിരുന്നല്ലോ. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുറവായി വരുന്നു. അമൃത ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പലതും സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ അവൻ അറിയിച്ചു. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള നേരം പോലും എനിക്ക് കിട്ടിയില്ല. ക്ഷമിക്കണം. പ്രേമചന്ദ്രൻ അവന്റെ തോളിൽ തട്ടി. ആ നേരത്ത് സഹായിക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ, അതിനേക്കാൾ വലുതായി എന്താടോ ഈ ലോകത്തുള്ളത്? മൂത്ത മകൻ പറയാനാണെങ്കിൽ അത് ഏറെയുണ്ട് ജിത്തേ. തുടർന്ന് പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് ജെയിംസ് തോമസ് കാലുമാറിയതും മറ്റും ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. വേറെ വക്കീലന്മാരെയൊന്നും കണ്ടില്ലേ? ഇല്ല. 15 ദിവസത്തേക്കല്ല റിമാൻഡ്. കോടതിയിൽ ഇനി അവനെ ഹാജരാക്കാറാവുമ്പോഴേക്കും മതിയല്ലോ. മാത്രവുമല്ല, ഇവിടെ തന്നെ നിൽക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലിനി ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷ്. ഏതു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും പുള്ളിക്കാരൻ കേൾക്കത്തില്ല. ഇത്തിരി ഗുണ്ടായുസം ഉണ്ടെന്ന് വിചാരിച്ചോ? ഒരു ചേട്ടനുണ്ട്, കടുവാ സുനിൽ. അനിയനെ സഹായിക്കുകയും വേണ്ട സമയത്ത് ഗുണ്ടാ പ്രയോഗം നടത്തുകയും ചെയ്യുന്നത് പുള്ളിക്കാരനാ. നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. സുരേഷ് വക്കീലിനെ തന്നെ കണ്ടാലോ പ്രേമേട്ട നമുക്ക്? ജിത്ത് പറയുന്നത് കേട്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാകും അദ്ദേഹം എന്നാ തോന്നുന്നത്. അമൃത ഇടയ്ക്ക് കയറി പറഞ്ഞു. പ്രേമചന്ദ്രനും തലകുലുക്കി. എങ്കിൽ ഞാൻ നാളെയോ മറ്റന്നാളോ വരാം. അദ്ദേഹം വീട്ടിൽ കാണുന്ന സമയം തിരക്കി വെക്കുകയും ചെയ്യാം. ഓഫീസിൽ ചെന്നാൽ വലിയ തിരക്കാ. വീട്ടിൽ പോയി സംസാരിക്കുന്നതാ നല്ലത്. അത് മതി. അവർ സമ്മതിച്ചു. ജിത്ത് യാത്ര പറഞ്ഞു പോയി. ഉച്ച കഴിഞ്ഞ് നിത്യമോളെ നോക്കുന്നത് വിനയെയും ഋഷിയെയും ഏൽപ്പിച്ചിട്ട് പ്രേമചന്ദ്രനും അമൃതയും റൂമിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ കിടക്കുമ്പോൾ അയാൾ അവളോട് തിരക്കി. ഇനിയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ലല്ലോടി. നമ്മൾ എന്തു ചെയ്യും? അമൃത ഭർത്താവിന് നേരെ ചരിഞ്ഞു കിടന്നു. എന്തേ? ബാങ്കിൽ കുറച്ച് പണമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒന്നും ആവില്ല. ഇനിയൊരു വീട് വെക്കാമെന്ന് വെച്ചാൽ അത് അടുത്ത കാലത്തൊന്നും നടക്കാനും പോകുന്നില്ല. കേസിനും ആശുപത്രി ചിലവിനുമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ മിച്ചമൊന്നും കാണില്ല. മാത്രവുമല്ല, ഓയിൽ കമ്പനിക്ക് ഒരു ചെക്ക് അയക്കേണ്ടതുണ്ട്. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റാരെങ്കിലും വേറെ കമ്പനിയുടെ ഓയിൽ വിതരണം ചെയ്തിരിക്കാനുമാണ് സാധ്യത. നമ്മൾ ഒരു ദിവസം വിതരണം നിർത്തിവെക്കാൻ നോക്കിയിരിക്കുക മറ്റു പലരും. തങ്ങൾ നേരിടേണ്ടി വരുന്ന ദിവസങ്ങളുടെ ഭീകരമുഖം അമൃതയ്ക്ക് ബോധ്യമായി. ഇല്ലായ്മയുടെയും പ്രയാസങ്ങളുടെയും മരുഭൂമികളാണ് മുന്നിൽ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാണ്ടിരിക്കില്ല പ്രേമേട്ട. വീടൊന്നും തൽക്കാലം നമുക്ക് വേണ്ട. എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാം. അവൾ ഒരു കൈയെടുത്ത് ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അയാളുടെ നെഞ്ചിൽ വെച്ചു. ആ നേരത്താണ് വാതിലിൽ മുട്ട് കേട്ടത്. മുഖാമുഖം ഒന്ന് നോക്കിയിട്ട് ഇരുവരും പെട്ടെന്ന് എണീറ്റു. പ്രേമചന്ദ്രൻ വാതിൽ തുറന്നു. പുറത്ത് 2 പേർ നിൽപ്പുണ്ടായിരുന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച മനുഷ്യനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ. രണ്ടാമത്തെ ആളിനെ താൻ കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അയാളുടെ ഓർമ്മയിൽ വന്നില്ല. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമല്ലോ? പങ്കജാക്ഷൻ വെളുക്കെ ചിരിച്ചു. അനിഷ്ടത്തോടെയാണെങ്കിലും അയാൾക്ക് സമ്മതിക്കാതിരിക്കാനായില്ല. അവർ അകത്തേക്ക് കയറിയപ്പോഴാണ് അമൃത രണ്ടാമനെ കണ്ടത്. അവളുടെ മുഖം ഇരുളുകയും ചെയ്തു. പ്രേമചന്ദ്രൻ മിക്കവാറും വീട്ടിലില്ലാത്തതിനാൽ ഇദ്ദേഹത്തെ പരിചയം കുറവായിരിക്കും. ഇത് ട്രേഡ് യൂണിയൻ നേതാവ് വാസു. പങ്കജാക്ഷൻ പറഞ്ഞപ്പോൾ പ്രേമചന്ദ്രന്റെ തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ പുളഞ്ഞു. മുഖത്ത് വിഷാദത്തിന്റെ രേഖകൾ തെളിയുന്നത് കണ്ടെങ്കിലും പങ്കജാക്ഷൻ പൂരിപ്പിച്ചു. ഹരിലാലിന്റെ. പക്ഷെ മുഴുവൻ പറയുവാൻ അയാൾ സമ്മതിച്ചില്ല. മതി, നിർത്ത്. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വേഗം മടങ്ങണം. പ്രേമചന്ദ്രന്റെ മനസ്സ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞങ്ങൾക്കും മക്കളുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷമയോടെ ഞങ്ങൾ പറയുന്നതും കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. വളരെ കരുതലോടെയാണ് പങ്കജാക്ഷൻ പറഞ്ഞത്.
ഭാര്യയെ ഇടം കണ്ണിട്ടൊന്നു നോക്കിയതല്ലാതെ അയാൾ മറുപടി നൽകിയില്ല. നമ്മൾ സംസാരിക്കുന്നത് പുറത്താരും കേൾക്കണ്ട. പങ്കജാക്ഷൻ വാതിൽ ചാരിയിട്ട് കട്ടിലിൽ ഇരുന്നു. പിന്നെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ആദ്യം ഒരു അപേക്ഷയുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മിസ്റ്റർ പ്രേമചന്ദ്രൻ ഒരു തീരുമാനം പറയാവൂ. വാസു തലകുനിച്ച് കസേരയിൽ ഇരിക്കുകയായിരുന്നു. പങ്കജാക്ഷൻ തുടർന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊന്നും ഞാൻ പറയില്ല. സംഭവിച്ചത് തെറ്റായിപ്പോയി, അവിവേകമായി പോയി, ഒക്കെ നേര് തന്നെ. ഇനി അതേക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് കാര്യവുമില്ല എന്നറിയാം. പറയുന്നതിനിടയിൽ പ്രേമചന്ദ്രന്റെ മുഖത്തുണ്ടാകുന്ന ഓരോ ഭാവവും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നത്. പ്രേമചന്ദ്രനും അമൃതയും പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് മിഴികൾ നട്ടു. യദുരാമൻ തെറ്റുകാരനാണോ അല്ലയോ എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ അവനെതിരെ സാക്ഷിമൊഴി കൊടുത്തിരിക്കുന്നത് ഹരിലാലും ബാവച്ചനും ഗോപിനാഥുമാണ്. അവർ മൂവരും മൊഴിമാറ്റി പറഞ്ഞാൽ യദുരാമൻ കോടതിയിൽ നിന്ന് പുല്ലുപോലെ ഊരിപ്പോരും. അത്രയും കേട്ടതിൽ നിന്ന് തന്നെ അവർ മറ്റെന്തോ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പ്രേമചന്ദ്രനും അമൃതയ്ക്കും ഉറപ്പായി. എങ്കിലും പങ്കജാക്ഷൻ തന്നെ ബാക്കി കൂടി പറയട്ടെ എന്ന് കരുതി മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്. പങ്കജാക്ഷൻ സിഗരറ്റ് കുറ്റി തറയിലിട്ട് ചെരുപ്പമർത്തി. യദുരാമനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. പകരം പ്രേമചന്ദ്രൻ ഞങ്ങൾക്കും ഒരു ഉപകാരം ചെയ്തു തരണം. കുട്ടികളുടെ പേരിലുള്ള പരാതികൾ പിൻവലിക്കണം. നിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാൻ 3 കുട്ടികളുടെയും പിതാക്കന്മാർ ഒരുക്കവുമാണ്. അയാൾ പറഞ്ഞു നിർത്തി. മുറിക്കുള്ളിൽ മൗനം കെട്ടുപൊട്ടി ചിതറി വീണു. മറ്റാരും അറിയാതെ കടപ്പല്ലുകൾ കടിച്ചു ഞെരിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. അയാളുടെ മൗനം അമൃതയെ ഭയപ്പെടുത്തി. ഇവിടെയാകുമ്പോൾ സ്വസ്ഥമായി സംസാരിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. പ്രേമചന്ദ്രൻ ഒരു മറുപടി പറഞ്ഞാൽ അതുവരെ മിണ്ടാതിരുന്ന വാസുവിന്റെ നാവനങ്ങി. ഭാ ശവമേ. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അലറിക്കൊണ്ട് ചാടി എണീക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. അതേ നേരത്ത് തന്നെ അയാൾ കാലുയർത്തി വാസുവിനെ ചവിട്ടുകയും ചെയ്തു. വാസുവും കസേരയും ഒന്നിച്ച് തറയിൽ വീണു. പ്രേമചന്ദ്രൻ പങ്കജാക്ഷൻ അയാളെ തടയാൻ ഭാവിച്ചു. മാറി നിൽക്കടാ പുല്ലേ നീ. വെള്ളക്കുപ്പായം കൊണ്ട് ശരീരം പൊതിഞ്ഞതുകൊണ്ടോ പല്ലു 32 പുറത്തു കാണിച്ച് ചിരിച്ചതുകൊണ്ടോ നീ മനുഷ്യനാകത്തില്ലടാ. അതിന് മനുഷ്യത്വം വേണമടാ. പ്രേമേട്ട, അമൃത നിലവിളിച്ചു. മിണ്ടരുതടി. അയാൾ കൈ ചൂണ്ടി. അതോടെ അവളുടെ ഒച്ചയടഞ്ഞു. പ്രേമചന്ദ്രൻ വാസുവിനെ പിടിച്ചുയർത്തി. എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചതിന് എന്തു സഹായമാടാ നിനക്കൊക്കെ തരാനുള്ളത്? പറ, വേഗം പറയടാ നായിന്റെ മോനെ. അയാൾ കാൽമുട്ട് മടക്കി വാസുവിന്റെ അടിവയറ്റിൽ ഒന്ന് കൊടുത്തു. പങ്കജാക്ഷൻ സാറേ, വാസു നിലവിളിച്ചു. മുന്നോട്ട് കുതിച്ച പങ്കജാക്ഷൻ വാസുവിനെ ഒരു വിധത്തിൽ രക്ഷിച്ച് പുറത്തിറക്കി. പിന്നാലെ ചെന്ന പ്രേമചന്ദ്രനെ അമൃത പിടിച്ചു നിർത്തി. വേണ്ട പ്രേമേട്ട, വേണ്ട. ആ തക്കത്തിന് പങ്കജാക്ഷനും പുറത്തിറങ്ങി. എന്നാൽ വാതിൽക്കൽ നിന്ന് അയാൾ പറഞ്ഞു. എടാ പ്രേമചന്ദ്ര, നീ വലിയ ഹരിചന്ദ്രനൊന്നും ആകണ്ട. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരുന്ന നീ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിന്റെ പെണ്ണുമ്പിള്ളയോട് തന്നെ ചോദിക്കടാ. സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ആരൊക്കെ അവിടെ വന്നു പോകുന്നുണ്ടെന്ന് അവൾക്ക് വലിയ നിശ്ചയം കാണില്ലായിരിക്കും. എന്നാൽ കുറെ പേരെയെങ്കിലും അയൽവക്കത്തുകാർക്ക് പറഞ്ഞു തരാനുണ്ടാവും. കൂടുതൽ കേൾക്കാനുള്ള കരുത്തില്ലാതെ അമൃത കാതുകൾ പൊത്തിക്കളഞ്ഞു. മുന്നോട്ട് ചാടാനും ആ പല്ലുകൾ തല്ലിപ്പറിക്കാനുമുള്ള ആവേശമുണ്ടായിരുന്നു പ്രേമചന്ദ്രന്. പക്ഷേ പങ്കജാക്ഷന്റെ വാക്കുകൾ കേട്ടപ്പോൾ കാലുകൾ തറയിൽ ഉറച്ചതുപോലെ ആയിപ്പോയി. അയാളുടെ മർമ്മം മനസ്സിലാക്കി പിന്നെയും പങ്കജാക്ഷൻ അറിയിച്ചു. നിനക്ക് പണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ട് കാണത്തില്ലെന്ന് ഞങ്ങൾക്കറിയാമടാ. അമ്മയും മക്കളും കൂടി ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിന്? സ്വന്തം മകന്റെ പ്രായമുള്ള ഗോപിനാഥിനോടും വാവച്ചനോടും നിന്റെ ഭാര്യ എത്ര ലക്ഷങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് നിനക്കും അവൾക്കും ശരിയായ കണക്കറിയത്തില്ലെങ്കിലും കൊടുത്ത പിള്ളേർക്ക് അറിയാമടാ. പങ്കജാക്ഷ, പരിസരം മറന്ന് അലറിപ്പോയി അമൃത. എന്താടി, സത്യം പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തോ? പോസ്റ്റർ ഒട്ടിച്ച് ഈ വിവരങ്ങൾ മണപ്പള്ളിയിലെ മതിലുകളിൽ മുഴുവൻ ഒട്ടിക്കുമടി ഞങ്ങൾ. നോക്കിക്കോ നീ. അയാൾ കീശയിൽ നിന്ന് തന്റെ വിസിറ്റിംഗ് കാർഡ് പ്രേമചന്ദ്രന്റെ മുന്നിലേക്ക് എറിഞ്ഞു. അതിൽ എന്റെ ഫോൺ നമ്പറുണ്ട്. നാളെ രാവിലെ 7 മണി വരെ നിങ്ങൾക്ക് സമയം തരുന്നു. ഞങ്ങൾ പറഞ്ഞതിനോട് അനുകൂലിക്കുന്നെങ്കിൽ എന്നെ വിളിക്കാം. അല്ലെങ്കിൽ എന്തു വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ കേസിൽ നിന്ന് ഊരിയെടുക്കും. പങ്കജാക്ഷൻ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ഒപ്പം വാസുവും. അമൃത വേഗം ചെന്ന് വാതിലടച്ചു. പ്രേമചന്ദ്രൻ അവളെ ദയനീയമായി നോക്കി. വല്ലാത്തൊരു തേങ്ങലോടെ അവൾ അയാളുടെ മാറിലേക്ക് വീണു. പ്രേമേട്ട, അമൃതേ. 2 കൊച്ചുകുട്ടികളെപ്പോലെ ഇരുവരും കരഞ്ഞുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. ഞാൻ പിഴയാണെന്ന് പ്രേമേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ. ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്കുവാൻ പിന്നീട് വാക്കുകൾ കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ 7 മണി വരെ പങ്കജാക്ഷൻ പ്രേമചന്ദ്രന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചു.
അയാൾ തങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ പങ്കജാക്ഷൻ തോലു ഗംഗാധരനെയും ഈട്ടിക്കാടൻ സുരേന്ദ്രനെയും വാസുവിനെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവസാന തീരുമാനത്തിലെത്തി. പിന്നീട് തന്റെ വിശ്വസ്തരായ ചില ആളുകളെ വിളിച്ച് പല നിർദ്ദേശങ്ങൾ നൽകി. അന്ന് രാത്രിയിൽ അവർ പ്രേമചന്ദ്രന്റെ ടെമ്പോ വാനിനരികിലെത്തി. അധികം വൈകാതെ മടങ്ങുകയും ചെയ്തു. രാവിലെ 10 മണിയോടുകൂടിയാണ് പ്രേമചന്ദ്രൻ ബാങ്കിൽ പോകുന്നതിനായി ടെമ്പോ വാനിൽ കയറിയത്. പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചറിയാതെ അയാൾ വാൻ സ്റ്റാർട്ട് ചെയ്തു. അധ്യായം 12. റോഡിലേക്കിറങ്ങിയ ടെമ്പോ വാൻ ഗിയർ ചേഞ്ച് ചെയ്ത് പ്രേമചന്ദ്രൻ മുന്നോട്ടെടുത്തു. ബാങ്കിൽ കുറച്ച് രൂപ കൂടി ബാക്കിയുണ്ട്. അതെടുക്കുവാനാണ് ഈ യാത്ര. ഈ പണവും തീർന്നു കഴിഞ്ഞാൽ നിത്യമോൾക്ക് ഇനി ആശുപത്രിയിൽ എത്ര രൂപ കൂടി ചിലവാകുമെന്ന് ആര് കണ്ടു? തന്റെ കുടുംബത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിന്റെ തുലാസിൽ കിടന്നാടുകയാണെന്ന് പ്രേമചന്ദ്രൻ അറിഞ്ഞു. റോഡിൽ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. മണപ്പള്ളിക്കരികിലുള്ള ഒരു ജില്ലാ ബാങ്കിലായിരുന്നു പ്രേമചന്ദ്രന് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. വാൻ ഇറക്കവും വളവുമുള്ള റോഡിലേക്ക് തിരിഞ്ഞു. പൊടുന്നനെയാണ് താഴെ നിന്ന് അയാൾ കണ്ടത്. റോഡിന് വീതി കുറവാണ്. അയാൾ വാൻ ഇടത്തേക്ക് ഒതുക്കിക്കൊണ്ട് ബ്രേക്ക് ചവിട്ടി. പ്രേമചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. ആഞ്ഞാഞ്ഞു ചവിട്ടി. പക്ഷേ ബ്രേക്ക് കിട്ടിയില്ല. ക്ഷണത്തിൽ അയാൾ വിയർപ്പിൽ കുളിച്ചു. ഈശ്വര, നിലവിളി പോലെ ആ ശബ്ദം അയാളുടെ നാവിൽ പിടഞ്ഞു. വാനിന് ബ്രേക്ക് ഒട്ടുമില്ല. അത് ലോറിയിൽ ഇടിക്കുമെന്നുറപ്പ്. അല്ലെങ്കിൽ താഴെ വളവിൽ തലകുത്തി മറിയും. പ്രേമചന്ദ്രൻ മരണത്തെ മുന്നിൽ കണ്ടു. ലോറിയുടെ ഡ്രൈവർ യാതൊന്നും അറിയാതെ കയറ്റം കയറി വരികയാണ്. പ്രേമചന്ദ്രൻ പുറത്തേക്ക് കൈയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ലോറി ഒതുക്കുവാൻ ആംഗ്യം കാട്ടി. അപകടം ബോധ്യമായ ലോറി ഡ്രൈവർ കഴിയുന്നത്രയും റോഡിൽ നിന്നൊതുക്കി ബ്രേക്കിട്ടു. ലോറിയിൽ ഉരഞ്ഞു. ഇല്ല എന്ന ഭാവത്തിൽ വാൻ അപ്പുറം കടന്നു. താഴെ കൊടും വളവ്. മിന്നൽ പോലെ അങ്ങോട്ടടുക്കുകയാണ് വാൻ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വളവ് തിരിഞ്ഞു വന്നു. വാൻ അതിലിടിക്കും. ഒരിക്കൽ കൂടി ബ്രേക്ക് ചവിട്ടിയതും രക്ഷയില്ലെന്നറിഞ്ഞ പ്രേമചന്ദ്രൻ സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഗിയർ ഡൗൺ ചെയ്തതും എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് കാലുകൾ പിൻവലിച്ചതും ഒപ്പമായിരുന്നു. ഗിയർ വീലിന്റെ പല്ലുകൾ തകർന്നുടയുന്ന ശബ്ദം പ്രേമചന്ദ്രൻ കേട്ടു. അയാൾ സ്റ്റിയറിംഗ് വീൽ ഇടത്തേക്ക് വെട്ടിച്ചു. തൊട്ടടുത്ത ഓടയിലേക്ക് മുന്നിൽ ഇടതുഭാഗത്തെ വീൽ ചാടി. വല്ലാത്തൊരു കുലുക്കത്തോടെ വാൻ നിന്നു. ഓട്ടോക്കാരൻ അപ്പോഴേക്കും ഓട്ടോയും വെട്ടിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു. പ്രേമചന്ദ്രൻ സ്റ്റിയറിംഗ് വീലിലേക്ക് തലചായ്ച്ച് കണ്ണുകൾ അടച്ചു. അയാളുടെ കിതപ്പും നെഞ്ചിടിപ്പിന്റെ വേഗതയും അപ്പോഴും തെല്ലും കുറഞ്ഞിരുന്നില്ല. ഈശ്വരന് നന്ദി. ഏയ്, ആരോ വിളിക്കുന്നത് കേട്ടപ്പോൾ ചകിതഭാവത്തിൽ അയാൾ തലയുയർത്തി. ലോറിയിലും ഓട്ടോയിലും ഉണ്ടായിരുന്നവരാണ്. എന്നാ പറ്റിയത്? ബ്രേക്ക് പോയി. പ്രേമചന്ദ്രൻ പുറത്തേക്കിറങ്ങി. വാനിന് കുറച്ച് പിന്നിലായി ബൈക്കിൽ വന്ന ഒരാൾ കയറ്റത്തിന് മുകളിൽ അല്പനേരം നോക്കി നിന്നിട്ട് ബൈക്ക് തിരിച്ച് വന്ന വഴിയെ പോയി. ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷന്റെ അരികിലാണ് അയാൾ എത്തിയത്. അവന്റെ കാര്യം കഴിഞ്ഞോ? ഇല്ല സാർ, ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു. നോൺസെൻസ്. ഇന്നലെ നീയൊക്കെ പിന്നെ എന്നതാ കാണിച്ചത്? ഒരിടത്തും ഒരു പിഴവുമില്ലായിരുന്നു സാർ. അയാളുടെ ഭാഗ്യം, അല്ലാതെന്ത് പറയാനാ? അയാൾ താൻ കണ്ടത് അതുപോലെ പങ്കജാക്ഷന് മുന്നിൽ വിവരിച്ചു. കനത്ത മുഖത്തോടെ ജില്ലാ പ്രസിഡന്റ് മുറിയിൽ ഉലാത്തി. ഒരപകടം കൂടി ഇതിന്റെ ഒപ്പം പ്ലാൻ ചെയ്യണമായിരുന്നു. അയാൾ ഓർത്തു. എതിരെ ഒരു ലോറിയോ മറ്റോ വന്നിടിച്ചാൽ മതിയായിരുന്നു. പോലീസ് നേരായ വഴിക്ക് അന്വേഷിച്ചാൽ പോലും സംഗതി പിടികിട്ടില്ലായിരുന്നു. കാരണം ബ്രേക്കില്ലാത്ത വാൻ ഇങ്ങോട്ട് വന്നിടിച്ചതാണെന്ന് അവർ കരുതിയേനെ. ഇത്തവണ രക്ഷപ്പെട്ടെങ്കിലും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്ന് മനസ്സിലുറപ്പിച്ച് അയാൾ വിവരം വന്ന് പറഞ്ഞവനെ നോക്കി. പോയിട്ട് സന്ധ്യയ്ക്ക് ഇങ്ങെത്തണം. ശരി സാർ. പങ്കജാക്ഷന്റെ ഉൾക്കണ്ണുകളിൽ അപ്പോൾ നിത്യയായിരുന്നു. ഈ രാത്രിക്കപ്പുറം അവൾ ജീവിച്ചിരിക്കരുത്. ആർക്കും സംശയമില്ലാത്ത ഒരു മരണമായിരിക്കണം അവളുടേതും. ഈ നേരത്ത് അമൃത കോരിക്കൊടുത്ത കഞ്ഞി കുടിക്കുകയായിരുന്നു നിത്യമോൾ. വിനയും ഋഷിയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. 2-3 സ്പൂൺ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മതി മമ്മി. അയ്യോ, ഇങ്ങനെ പറഞ്ഞാലെങ്ങനാ മോളെ? മോടെ ആരോഗ്യം തിരിച്ചു കിട്ടേണ്ടേ? പഴയതുപോലെ ആവണ്ടേ മോൾക്ക്? വേണ്ട. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ മൂവരും ഞെട്ടി. കൊച്ചുമോളെ. അമൃതയും വിനയെയും അമ്പരപ്പിൽ വിളിച്ചു. എനിക്ക് ജീവിക്കണ്ട മമ്മി. ഒറ്റ കരച്ചിലായിരുന്നു അവൾ. അമൃതയുടെ കയ്യിൽ നിന്ന് കഞ്ഞിപ്പാത്രം പിടിവിട്ട് വീണു. മുറിയാകെ കഞ്ഞി ചിതറി. എന്റെ മോളെ. അമൃത നിത്യയെ വാരിയെടുത്തു. എന്നതാടി നീ ഈ പറയുന്നത്? കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ ആ ഭീകര രാത്രിയായിരുന്നു. തന്റെ അരികിലേക്ക് വരുന്ന പിശാചുക്കൾ. അവൾ ഞെട്ടിവിറച്ചു. അപസ്മാര രോഗിയെപ്പോലെ പല്ലുകൾ കോർത്തു പിടിച്ചു. മോനെ, ഡോക്ടറെ വിളിക്ക്. നിത്യയെ ചേർത്ത് പിടിക്കുന്നതിനിടയിൽ അമൃത വിളിച്ചു പറഞ്ഞു. ഋഷി ഡ്യൂട്ടി നഴ്സുമാരുടെ റൂമിലുള്ള ബെല്ലിന്റെ സ്വിച്ചിൽ അമർത്തിപ്പിടിച്ചു. നിർത്താതെ ബെൽ മുഴങ്ങിയത് കൊണ്ടാവണം അവർ ഓടിയെത്തി. ഡോക്ടർ നേരത്തെ ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കണം. അവർ ഒരു ഇഞ്ചക്ഷൻ നൽകി. നിത്യയുടെ വിറയൽ നിന്നു. ക്രമേണ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു.
പേടിക്കാനൊന്നുമില്ല, ഇത് ഇടയ്ക്കിടെ ഉണ്ടാകും, കുറച്ചു നാളത്തേക്ക്, പിന്നീട് പൂർണ്ണമായും മാറിക്കൊള്ളും. നഴ്സുമാർ അമൃതയെയും മറ്റും ആശ്വസിപ്പിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവൾ നോർമലായി. പപ്പ ഇതുവരെ വന്നില്ലല്ലോ മക്കളെ, രാവിലെ ബാങ്കിൽ പോയതല്ലേ? അമൃത മക്കളെ നോക്കി. അവിടെ മറ്റെന്തെങ്കിലും കാര്യം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വിവരമറിയിച്ചേനെയല്ലോ. ഋഷി വാതിൽക്കൽ ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി. അല്പം കഴിഞ്ഞപ്പോൾ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും കയറി വന്നു. മാന്യമായ വസ്ത്രം ധരിച്ചവർ. ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ആളുകളാ. നിങ്ങൾ തന്നിരിക്കുന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. സ്ത്രീയാണ് പറഞ്ഞത്. ഇരിക്കിൻ. അമൃത പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന കസേര സാരിത്തുമ്പ് കൊണ്ട് തുറച്ചിട്ടു. ഒരാൾ അതിലും 2 പേർ അവിടെ കിടന്നിരുന്ന ഒഴിഞ്ഞ കട്ടിലിലും ഇരുന്നു. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം അമൃത സത്യസന്ധമായ മറുപടികൾ നൽകി. ഡോക്ടറുടെ റിപ്പോർട്ടും കൂടി കിട്ടിയതോടെ അവർ മടങ്ങി. അതിനു മുമ്പ് ആ സ്ത്രീ അമൃതയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ പിന്തിരിപ്പിക്കാനും പരാതികൾ പിൻവലിപ്പിക്കാനും പലരിൽ നിന്നും പ്രഷർ ഉണ്ടായേക്കും. ഒന്നിനും നിന്ന് കൊടുക്കരുത്. അവരെ പോലെയുള്ളവർക്ക് ഒരു ചുട്ട മറുപടി തന്നെയാവണം ഇത്. ഇനി എത്രയും വേഗത്തിൽ അറസ്റ്റുണ്ടാവും. അമൃത തലകുലുക്കി. അവർ പോയി 1 മണിക്കൂർ കൂടിയെങ്കിലും കഴിഞ്ഞാണ് പ്രേമചന്ദ്രൻ വന്നത്. എന്താ പ്രേമേട്ട ഇത്രയും വൈകിയത്? അയാളുടെ ക്ഷീണിച്ച മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. ഒന്നും പറയണ്ട അമൃതേ. അയാൾ കസേരയിലിരുന്നു. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഒരു ദുരന്തം ഒഴിവായി. അയാൾ ആ സംഭവം വിവരിച്ചപ്പോൾ അമൃതയ്ക്കും മക്കൾക്കും ശ്വാസം മുട്ടി. ഞാൻ പിന്നെ വണ്ടി വർക്ക്ഷോപ്പുകാരെ ഏൽപ്പിച്ചിട്ടാ വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആളുകൾ വന്ന വിവരം അമൃത ഭർത്താവിനെ അറിയിച്ചു. ഈ നേരത്ത് അവർ വന്ന വസ്തുത ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനും അറിഞ്ഞിരുന്നു. അയാൾ അപ്പോൾ തന്നെ SI രമേശ് ചന്ദ്രനെ വിളിച്ച് വിവരം പറഞ്ഞു. പ്രതികൾ തീർച്ചയായും അറസ്റ്റ് ചെയ്യപ്പെടും, രമേശ് ചന്ദ്രൻ അറിയിച്ചു. നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? എന്താ കാര്യം? അതൊക്കെ പറയാം. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വീട്ടിലുണ്ടാവും. താൻ അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരണം. ഓക്കെ. അരമണിക്കൂർ കഴിഞ്ഞാണ് പക്ഷേ രമേശ് ചന്ദ്രൻ അവിടെ ചെന്നത്. അപ്പോൾ പങ്കജാക്ഷന്റെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻ നേതാവും ഹരിലാലിന്റെ പിതാവുമായ വാസു. അയാളുടെ മുഖത്ത് തങ്ങി നിൽക്കുന്ന ഉദ്യോഗഭാവം രമേശ് ചന്ദ്രൻ കണ്ടില്ലെന്ന് നടിച്ചു. പങ്കജാക്ഷന്റെ ഓഫീസ് റൂമിൽ അവർ ഇരുന്നു. പങ്കജാക്ഷൻ ഒരു സിഗരറ്റ് കത്തിച്ചു. പാക്കറ്റ് ASIക്കും വാസുവിനും നീട്ടി. 2 പേരും ഓരോന്നെടുത്തു. പറയടോ രമേശേ, പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ എന്താണ് അതിനൊരു പോംവഴി? രമേശ് ചന്ദ്രൻ സിഗരറ്റ് കത്തിച്ചു. പോംവഴികളുണ്ട്. ഇപ്പോൾ നമ്മൾ 3 പേർ മാത്രമല്ലേ ഉള്ളൂ. കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ. അവരെ പുഷ്പം പോലെ ഊരിയെടുത്തു കൊണ്ടുപോരാം. പക്ഷേ എനിക്കുള്ള പ്രയോജനം? വാസുവിനെ നോക്കിയാണ് അയാൾ തിരക്കിയത്. എന്തും തരാൻ ഞങ്ങൾ. വാസു മുന്നോട്ടാഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. സ്വന്തം അച്ഛനാണെങ്കിലും ശരി, ഉള്ളതുപോലെ പറയുന്നതാ എനിക്കിഷ്ടം. കാര്യം നടന്നു കഴിഞ്ഞ് പ്രതിഫലം വാങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം നേരത്തെ വാങ്ങുന്നതാ. വാസുവിന് ദേഷ്യം വന്നെങ്കിലും അത് കടിച്ചമർത്തി. എന്തു വേണമെന്ന് സാറ് തന്നെ പറയാം. അതിനു മുമ്പ് പങ്കജാക്ഷൻ സാറിനോടൊരു ചോദ്യം. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം അത് ഞാൻ ഏറ്റതല്ലേ? അതെ. എന്നാലും എന്നത്തേക്കെങ്കിലും കാര്യം നടക്കുമെന്ന് പറയാതെ 1 ആഴ്ചയ്ക്കുള്ളിൽ. അങ്ങനെ പറയുമ്പോൾ രോഷത്തോടെ പല്ലുകൾ അമർത്തി ഞെരിക്കുകയായിരുന്നു പങ്കജാക്ഷൻ. കഴിവരുടെ മോൻ പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ. ചില പോലീസുകാരുടെ തനിനിറം കാണിക്കുകയാണ്. ഗൂഢമായ മന്ദഹാസത്തോടെ രമേശ് ചന്ദ്രൻ തുടർന്നു. ഒന്നുകിൽ കേസ് വഴിമാറണം. ആ പെണ്ണിനെയോ അതിന്റെ തള്ളയെയോ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വനിതാ കമ്മീഷനെയും മനുഷ്യാവകാശ കമ്മീഷനെയും നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം. അത് പക്ഷേ നടക്കുന്ന കാര്യമല്ല. നടക്കാത്ത കാര്യം തന്നോട് ഞങ്ങൾ ചോദിച്ചില്ല. നടക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പങ്കജാക്ഷന് ദേഷ്യം അടക്കാനായില്ല. എങ്കിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ചെയ്തോളാം. പക്ഷേ ഏറ്റവും ചെലവേറിയത് ആ കാര്യമാണെന്ന് ആരും മറക്കണ്ട. പണ്ടാരമടക്കാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞില്ലേ? മതി, അത് മതി. രമേശ് ചന്ദ്രൻ എണീറ്റു. അപ്പോൾ ഇനി പിന്നെ കാണാം. അയാൾ യാത്ര പറഞ്ഞു പോയി. പങ്കജാക്ഷനും വാസുവും അല്പനേരം മുഖാമുഖം നോക്കിയിരുന്നു. പഠിച്ച കള്ളനാണ് ഈ രമേശ്. കാശ് കൊടുക്കുമ്പോഴത്തെ കൂറേയുള്ളൂ. അത് കഴിഞ്ഞാൽ കണ്ട ഭാവം നടിക്കില്ല. വാസു പറഞ്ഞു. പണമെന്ന് പറഞ്ഞാൽ പ്രാണവായുവിനേക്കാൾ പ്രധാനമാണ് അയാൾക്ക്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാ. തന്റെ കാര്യം മറക്കാതിരിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് പങ്കജാക്ഷനും എണീറ്റു. പകൽ പോയി. പതിവ് പോലെ വിനയയും ഋഷിയും ലോഡ്ജ് റൂമിലേക്ക് മടങ്ങി. ആശുപത്രിയിൽ സന്ദർശകരുടെ തിരക്കൊഴിഞ്ഞു. എവിടെയോ ഒരു കുഞ്ഞ് നിലവിളിക്കുന്നത് പ്രേമചന്ദ്രനും അമൃതയും കേട്ടു. 1-2 തവണ ഒരു അറ്റൻഡർ വാതിൽക്കൽ വന്ന് നോക്കിയിട്ട് പോയി. പ്രേമചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. അയാളെന്താ യാതൊരു കാര്യവുമില്ലാതെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ വന്നു നോക്കുന്നത്? അയാൾ പിറുപിറുത്തു. അയാളെ ആദ്യം കാണുകയാ.
അമൃതയും പറഞ്ഞു. പ്രേമചന്ദ്രന് എന്തോ സംശയം തോന്നി. കഴിഞ്ഞ ദിവസം പങ്കജാക്ഷൻ തന്ന മുന്നറിയിപ്പ് അയാളുടെ ഓർമ്മയിലെത്തി. ഇനി അയാളുടെ ആളുകൾ എന്തായാലും അക്കാര്യം അയാൾ അമൃതയോട് പറഞ്ഞില്ല. മൂന്നാമതും ആ അറ്റൻഡർ വാതിൽക്കൽ തലനീട്ടിയപ്പോൾ പ്രേമചന്ദ്രൻ എണീറ്റു ചെന്നു. എന്താ, വെറുതെ? അയാൾ നടന്നു പോകാൻ ഭാവിച്ചു. ആ നോട്ടവും ചലനവുമൊക്കെ പ്രേമചന്ദ്രന്റെ സംശയം വർദ്ധിപ്പിച്ചു. അവിടൊന്ന് നിന്നേ താൻ അയാളും പിന്നാലെ ചെന്നു. എന്നാൽ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയ ശേഷം ഒറ്റയോട്ടമായിരുന്നു. നിൽക്കട അവിടെ! പ്രേമചന്ദ്രനും പിന്നാലെ കുതിച്ചു. പക്ഷേ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് എത്തിയ അയാൾ ഞൊടിയിടയിൽ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി. ഇടനാഴിയിൽ ഉണ്ടായിരുന്നവർ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പ്രേമചന്ദ്രൻ കോണിപ്പടി വഴി താഴേക്ക് ഓടിച്ചെന്നു. പുറത്തെ ബഹളം കേട്ട് പന്തികേട് തോന്നിയ അമൃത വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ തന്റെ ഭർത്താവും അറ്റൻഡറും ഓടുന്നതാണ് കണ്ടത്. പ്രേമേട്ട എന്ന് വിളിച്ചുകൊണ്ട് മകളെ മറന്ന് അവളും ഓടിച്ചെന്നു. താഴെ എത്തിയ പ്രേമചന്ദ്രൻ കണ്ടത് ഒരു ബൈക്കിന് പിന്നിലിരുന്ന് ഗേറ്റ് കടന്നു മറയുന്ന അറ്റൻഡറെയാണ്. അയാളെ പിന്തുടരാൻ വാഹനമൊന്നും കിട്ടാതെ പ്രേമചന്ദ്രൻ തിരിച്ചു നടക്കാൻ ഭാവിച്ചപ്പോൾ തൊട്ടരികിൽ അമൃത. നീങ്ങി പോന്നോ കുഞ്ഞന്തിയെ? അയാൾ അലറുകയായിരുന്നു. മുറിയിലുണ്ട്, അമൃത പകച്ചു. മറുപടിയൊന്നും പറയാതെ അയാൾ മുകളിലേക്ക് ഓടി. അവളും പിന്നാലെ. മുറിയിലെത്തിയ അമൃതയും പ്രേമചന്ദ്രനും സ്തബ്ധരായി. കിടക്കയിൽ നിത്യമോൾ ഉണ്ടായിരുന്നില്ല. മോളെ! അമൃതയുടെ നിലവിളി ഭിത്തികൾ പോലും ഏറ്റുപിടിച്ചു. ബാക്കി ഭാഗം നാളെ.